നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാണ് അവരെ വെപ്പിച്ച് അവരിവിടെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടെന്ന് വാദം ഇന്നലെ വിജയകുമാർ ഉന്നയിക്കുകയുണ്ടായി. ഈ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഈ ഒരു പത്രസമ്മേളനം വിളിച്ച് ഇത്ര മോശമായിട്ട് സംസാരിക്കാൻ പറ്റും? അവർക്ക് സൗകര്യം അവരുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്, അവരുടെ ആളായിട്ടാണ് ഇപ്പോൾ ഇന്നലെ അദ്ദേഹം സംസാരിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോടിക്കണക്കിന് രൂപ മുടക്കി ഇപ്പം ഒരു മോഹൻലാൽ സിനിമ പൃഥ്വിരാജ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ ഇവർക്ക് മറ്റ് തലപ്പത്തിരിക്കുന്നവരെ കാണുന്നത് ഇഷ്ടമല്ല. ഇവർക്കൊന്നും സിനിമകളില്ല. ആൻഡ്രോ ജോസഫാണോ, ഞാനാണോ സിനിമ, ഇഷ്ടനാണോ സിനിമ ചെയ്യാത്തത്? ഇതിൽ ആരാണ് സിനിമ ചെയ്യാത്തത്? ഈ സംഘടന തകർക്കാനുള്ള ലക്ഷ്യം തീർച്ചയായിട്ടും. അന്ന് ബസ്സിൽ കൈനീട്ടി കയറിയ ഒരു വ്യക്തിയാണെന്ന് മാത്രമാണ് പറഞ്ഞത്, അല്ലാതെ ഇങ്ങനെ ക്രിമിനൽ കേസിലെ പ്രതി. ഇനിയിപ്പം ചേംബർ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, 28-ാം തീയതി ചേംബർ മീറ്റിംഗ്. വിജയകുമാർ ഇരിക്കുന്ന നേതൃത്വവുമായി ചർച്ചയ്ക്ക് ഞങ്ങളില്ല. സിയാദ് കോക്കറിനെ കുറിച്ച് വളരെ മോശമായിട്ട് അത് മാപ്പ് പറയണം. നമസ്കാരം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് തിയേറ്റർ അടച്ചിടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വാഗ്വാദങ്ങൾ നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കൃത്യമായി തന്നെ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഈ കാര്യങ്ങൾ ഞാൻ വാർത്തയായിട്ട് കൊടുക്കുകയും ചെയ്തു. അത് ഇന്നലെയും വിജയകുമാർ വാർത്താ സമ്മേളനം വിളിച്ച് വളരെ മോശമായ നിലയിൽ സംസാരിക്കുന്ന നിലയിലേക്ക് എത്തി. ഇപ്പോൾ എന്നോടൊപ്പം നിർമ്മാതാക്കളുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി രാകേഷ് ചേട്ടനാണോ. രാകേഷ് ചേട്ടൻ നമസ്കാരം. ഈ പറഞ്ഞതുപോലെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന നിലയിലേക്ക് പോകുന്നു. എന്നാൽ ഒരു പ്രതിസന്ധി ഇല്ലാതാണ് സിനിമകൾ ആളുകൾ ഏറ്റെടുത്ത സമയം. അപ്പോൾ ഫിയോക്കിൻ്റെ ഒരു സമരമുറ, അതിൽ ഇരട്ടത്താപ്പ് നയമാണ് ഞാൻ ചൂണ്ടിക്കാട്ടി. ഇരട്ടത്താപ്പ് നയമുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. കാരണം എൻ്റെ അടുത്ത് 22-ാം തീയതി സമരം എന്ന് പറയുന്നു, മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി 23 ആക്കുന്നു. അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നു. പിന്നീടുള്ള ഇരട്ടം മലയാള സിനിമ മറ്റു ഭാഷകൾ പ്രദർശിപ്പിക്കാം, മലയാളമല്ല ഇവരുടെയൊക്കെ അന്നം. എൻ്റെ ഒരു ചോദ്യം പ്രസക്തമാണ്. ഇവരൊക്കെ അന്നം നൽകുന്ന മലയാള സിനിമകളെല്ലാം കൂടുതലും. എന്താണ് രാകേഷ് പറയാനുള്ളത്? നിങ്ങൾ ഈ ഇരട്ടത്താപ്പെന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ക്ലിയർ ആണ്, എല്ലാ കാര്യങ്ങളും മാറി. 12 എന്നുള്ളത് ഒരു സിനിമയുടെ റിലീസ് 13 ആയി. 6 സിനിമയുടെ 22 എന്നുള്ളത് 23 ആയി. 23-ന് ഇന്നലെ അതിൻ്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് ഇന്നലെ വൈകുന്നേരം 7 മണിക്കാണ് കിട്ടുന്നത്. ഞാനിവിടെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു, ഞാനിവിടെ പോയിട്ടാണ് അത് ആ കാര്യങ്ങൾ നീക്കിയ കാര്യം. അതിനകത്ത് അതിൻ്റെ കട്ടുകളുണ്ടായിരുന്നു. എൻ്റെ എങ്ങാനും ഒരു ദിവസം മാറിയാലോ എന്ന് വെച്ചിട്ടാണ് പറയുന്നത്, എന്ന് റിലീസ് ചെയ്താലും ഇത് ചെയ്യുമെന്ന്. അപ്പോൾ അവർക്ക് നല്ല ഉറപ്പാണ്, അവരുടെ സംഘടനയിലുള്ള എല്ലാ ആൾക്കാരും ഈ നേതൃത്വം പറയുന്നത് കേട്ട് നിൽക്കില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ താങ്കൾ എന്നോട് 1-2 കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ ഇത് പ്രൊഡ്യൂസർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി കാലഘട്ടമല്ല, ഒന്നുമല്ല. കൃത്യമായി റിലീസ് നടക്കും. റിലീസ് ചെയ്യുന്ന മിക്കവാറും തിയേറ്ററുകൾ ആരെങ്കിലും റിലീസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അവർ മലയാള സിനിമ കളിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, അവർ എന്നും അന്യഭാഷാ ചിത്രങ്ങൾ കളിച്ച് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഞങ്ങളാരും സിനിമ അവിടെ കൊടുക്കില്ല. അവർക്ക് മലയാള സിനിമ നമ്മൾ ഉറപ്പായിട്ട് കൊടുക്കും. ഇവർ പറയുന്ന ഇന്നലെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് ചൂണ്ടിക്കാണും. അവർ പറയുന്നു സിനിമ റിലീസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ നമ്മളുമായിട്ട് ഈ കണ്ടന്റ് മാസ്റ്റർ വെക്കണം, ആ പ്രൊജക്ട് വെക്കണം എന്നൊക്കെ പറയുന്ന തിയേറ്ററിൽ നമ്മൾ സിനിമ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാറ്റാതെ അവർക്ക് സിനിമ കൊടുത്താൽ, ഇപ്പോൾ ഒരു നിർമ്മാതാവ് വന്നാൽ അവർ സിനിമ കൊടുത്താൽ ഞങ്ങൾ എല്ലാ തിയേറ്ററിലും കളിക്കും. അങ്ങനെ നിർമ്മാതാക്കൾ അങ്ങനെ തയ്യാറാവും. അവരെന്ന് പറഞ്ഞ അങ്ങനെ ആരുമില്ല. ഒരു തിയേറ്ററിൽ, പുതിയതായി വരുന്ന ഒരു തിയേറ്ററിൽ 1K പ്രൊജക്ടറാണ് വാങ്ങിച്ചിരിക്കുന്നത്. പൈറസി ഉണ്ടാകാവുന്നത് മുഴുവൻ 1K പ്രൊജക്ടറിൽ നിന്നാണ്. അതിൽ നിന്ന് കോപ്പി എടുക്കാൻ സാധിക്കും. 1. 2, ക്വാളിറ്റി ഇല്ല. 12 ലക്ഷം രൂപ 13 ലക്ഷം രൂപയാണ് ആ പ്രൊജക്ടറിൻ്റെ വില. നല്ല ഹോം തിയേറ്ററുള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ പ്രൊജക്ടറാണ് വാങ്ങിച്ചു വയ്ക്കുന്നത്. ഈ പ്രൊജക്ടർ വാങ്ങിച്ചു വെച്ച് സിനിമ കാണിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിലവിൽ അത് കുറേ തിയേറ്ററിലുണ്ട്. അവർ കളിച്ചോട്ടെ, അവരതിന് യാതൊരു ശല്യവുമില്ല, ബുദ്ധിമുട്ടുമില്ല. അത് ക്വാളിറ്റി ഇല്ലെങ്കിലും അത് നടന്നു പോട്ടെ. ഈ തിയേറ്ററിൽ ഇങ്ങനെ പുതിയതായി വരുന്ന തിയേറ്ററിലൂടെ ഇങ്ങനെ വെക്കാനായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപ മുടക്കി ഇപ്പം ഒരു മോഹൻലാൽ സിനിമ, പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ 100 കോടി രൂപ എൻ്റെ ബഡ്ജറ്റ്. ഇത് 100 കോടി രൂപ ആളുകൾ പങ്കിട്ടെടുക്കുന്നതല്ല. അതിൻ്റെ ക്വാളിറ്റിക്ക് വേണ്ടി ക്യാമറ, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മുടക്കുന്നതാണ്, എഫക്ട്സും മറ്റും എല്ലാം. അപ്പോൾ അത് നേരെ കാണാൻ തക്കവണ്ണമുള്ള തിയേറ്റർ ഇല്ലെങ്കിൽ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാരെല്ലാം ഏത് പ്രൊജക്ഷനാണ്, ഏത് പ്രൊജക്ടറാണെന്ന് അന്വേഷിച്ച് സിനിമ കാണാൻ പോകുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നല്ല ക്വാളിറ്റി പ്രൊജക്ഷൻ വേണമെന്നുള്ളത് മിനിമം വീടുകളിൽ വയ്ക്കുന്ന പ്രൊജക്ടർ വാങ്ങിച്ച് തിയേറ്റർ വെക്കുന്ന പരിപാടി ഇനി അത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട്
ആണ് ഞങ്ങൾ ആ പറഞ്ഞത് 1K ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യത്തില്ല, അല്ല ഞങ്ങളുടെ കണ്ടന്റിന് സൂട്ടാവുന്ന ഇത് കണ്ടന്റ് എല്ലാവരും ഉണ്ടാക്കുന്നത് ഒരുപോലെയാണ്. ഇതാണ് ഇവർ സംസാരിക്കുന്നത് മുഴുവൻ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടിയാണ്. അവർക്ക് സൗകര്യം അവരുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. അവരുടെ ആളായിട്ടാണ് ഇപ്പോൾ ഇന്നലെ അദ്ദേഹം സംസാരിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല അത് ഈ പോലെയുള്ള ഈ അതെ അവരുടെ കമ്മീഷൻ കിട്ടുവാണ് ഇവർക്ക്. ഏതാ അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. ആ കാര്യങ്ങൾ ഈ സംഘടന തകർക്കാനുള്ള ലക്ഷ്യം തീർച്ചയായിട്ടും. അതായത് ഇത് തീരണം, അതിനുവേണ്ടിയുള്ള സംഘടനയല്ല. നമ്മൾ ഈ കണ്ടന്റ് മാസ്റ്ററിംഗ് തുടങ്ങുന്നത്, അതായത് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇത് ആരംഭിച്ചിട്ടില്ല. പുള്ളി പറഞ്ഞ ഒരു കാര്യം കറക്റ്റ്. ഇന്ത്യയിൽ എങ്ങുമില്ല. ഇവിടെ തുടങ്ങി അത് തുടങ്ങാൻ പറ്റുന്ന നേതൃത്വ ശേഷിയും കഴിവുള്ളവരും വിവരമുള്ളവരും പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉള്ളത് കൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. ഇതിപ്പോൾ ഹൈദരാബാദിൽ അവർ ഇവിടെ സ്റ്റഡി നടത്തിയിട്ട് പോയി. ബാംഗ്ലൂർ അവർ തുടങ്ങുന്നുണ്ട്, കന്നഡ അവർ തുടങ്ങുന്നുണ്ട്. ആ പരിപാടികൾ അവർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ചെയ്തത് മുഖാന്തരം ഈ പ്രൊഡ്യൂസേഴ്സിന് ഭയങ്കരമായ സാമ്പത്തിക ലാഭം ഉണ്ടാകും. ഞങ്ങളതല്ലേ നോക്കണ്ടേ? തീർച്ചയായും ആർക്കും ദോഷം വരാതെ പ്രൊഡ്യൂസേഴ്സിന് സാമ്പത്തിക ലാഭം ഉണ്ടാകും. അവർക്ക് അധിക ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 100 തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ എത്ര ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് ലാഭം. ഇവർക്ക് ദോഷമുള്ളതല്ല. നിലവിലുള്ള തിയേറ്ററുകാരെ ശല്യം ചെയ്യാതെ തന്നെയാണ് ഞങ്ങളിത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. നിലവിലുള്ള തിയേറ്ററുകാർക്ക് ഞങ്ങൾ തന്നെ പൈസ അടച്ച് അവരുടെ പ്രൊജക്ടർ വെച്ചേക്കുന്നതിൻ്റെ പൈസ ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുക. പ്രിന്റിൻ്റെ ചാർജ് ഒന്നും അല്ല അടയ്ക്കുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് പ്രിന്റിൻ്റെ ചാർജ്, അത് പേരേ ഉള്ളൂ, VPF എന്ന പേരേ ഉള്ളൂ, പ്രിന്റിൻ്റെ അല്ല. ഞങ്ങളിപ്പോൾ കൊടുക്കുന്നില്ലേ? നിലവിൽ ഈ പഴയ രീതിക്ക് പോകുന്ന ഒരു തിയേറ്ററിൽ നമ്മൾ ശല്യം ചെയ്യുന്നില്ല. ഇല്ല, നിലവിൽ ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് തെറ്റിദ്ധരിപ്പിക്കുന്നു. അതായത് തിയേറ്ററുകളെ 2, 3 ആക്കുന്നത് പുതിയ തിയേറ്ററുകൾ വരുന്നുണ്ട്. അത് പുതിയ തിയേറ്ററിലല്ലേ പെടുകയുള്ളൂ, പുതിയ തിയേറ്ററല്ലേ. അല്ലാതെ നിലനിൽപ്പിന് വേണ്ടി 2, 3 ആക്കുന്നൊന്നുമല്ല. നല്ല കളക്ഷനുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് നല്ല കളക്ഷനുണ്ട്, ഇപ്പുറത്ത് 2 തിയേറ്റർ ഇല്ലെങ്കിൽ 2, 3 സിനിമ കളിക്കും. 2 തിയേറ്റർ ഉണ്ടെങ്കിൽ ഇവർ 4 പടം കളിക്കുന്നത്. അതെ അതെ. അപ്പൊ ആ പരിപാടിക്ക് വേണ്ടിയല്ല അവർ ചെയ്യുന്നത്. അല്ല, അത് കൃത്യമാണ്. ഒരു തിയേറ്ററിൽ ഒരു 3-4 സ്ക്രീൻ നിലനിൽപ്പെന്ന് പറയണ്ട, അത് നിലവിലുള്ള ഒരു തിയേറ്ററിനെയും ഞങ്ങൾ ശല്യം ചെയ്തിട്ട് കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച്, സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും സിനിമയുടെ പോക്ക് അനുസരിച്ചും അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയുള്ളൊരു കാര്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അതിനൊന്നും പോയിട്ടില്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ മൾട്ടിനാഷണൽ കമ്പനിക്ക് വേണ്ടിയാണ് ഇവർ സംസാരിക്കുന്നത്. സംശയമുണ്ടോ? ഇല്ലെങ്കിൽ അവർ ഇതിനല്ലേ സപ്പോർട്ട് ചെയ്യണ്ടേ? ഇൻഡസ്ട്രി നിൽക്കണ്ടേ? പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും എല്ലാം കൂടെ ചേരുന്നല്ലേ സിനിമ. സിനിമ തിയേറ്റർ കളിക്കുന്ന അവർ ഞങ്ങളവിടെ നിൽക്കണ്ടേ? ഞങ്ങൾ നിലനിൽക്കണ്ടേ? ഏതെങ്കിലും വിധത്തിൽ ഒന്ന് കോസ്റ്റ് കുറയ്ക്കാൻ, ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ നിർമ്മാതാവിൻ്റെ മുഴുവൻ കാശും തീർന്ന്, അതായത് ഈ ഒരു സിനിമ ഉണ്ടാക്കാൻ എടുക്കുന്ന കടമെടുത്ത് സിനിമ ചെയ്യുന്ന ആ മുഴുവൻ സെറ്റിൽമെൻറ്റ് നടത്തിയാലേ ഒരു സിനിമ പുറത്തിറങ്ങാൻ പറ്റും. അത് അത്രയും പൈസയും തീർന്ന് നിൽക്കുന്ന സമയത്താണ് ഈ തിയേറ്ററിൽ ഈ 100 സ്ക്രീനും 150 സ്ക്രീനിലും 18,000 രൂപ വെച്ച് അടയ്ക്കേണ്ടത്. ആ സമയത്ത് ഈ കണ്ടന്റ് കളിക്കുന്ന സ്ഥലത്താണെങ്കിൽ 5,500 എന്തൊരു ആശ്വാസമാണ്. 5 ലക്ഷം രൂപ. അതെ, ഒരാഴ്ച കളിക്കുന്നുള്ള 3,500 രൂപയുള്ളൂ. അൺലിമിറ്റഡ് ആയിട്ട് എത്ര ആഴ്ച വേണോ? ഇപ്പം വലിയ ലോങ് റൺ പോകുന്ന പടമാണ് 5,500 അടച്ച പ്രശ്നം തീർന്നു. എത്രയോ പ്രൊഡ്യൂസർമാർ ഇറക്കാം. തീർച്ചയായിട്ടും. അതെ, അതാണ് ഞാൻ പറയുന്നത്. ഒരു ഷോ പോലും കളിക്കാത്ത സിനിമകൾ എത്രയുണ്ട്? വളരെ കുറച്ച്. പ്രതീക്ഷയിലല്ലേ ഇത്രയും പൈസ വേണ്ടി വരും അല്ലേ? പിന്നെ അവർ പ്രതീക്ഷയിലല്ലേ റിലീസ് ചെയ്യുന്നത്. തിരിച്ചു കിട്ടുന്നതെന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ ഇതുവരെ പ്രൊഡ്യൂസർ തിരിച്ചില്ല. ഡിസ്ട്രിബ്യൂട്ടർ മാനേജർമാരും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും. എന്തോ തിരിച്ചു കിട്ടിയതായിട്ട് എന്റെ അറിവില്ല. നമ്മുടെ ആണെങ്കിൽ റെഗുലർ ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ട്. 3,000 സംതിങ് മതി ഒരാഴ്ച കളിക്കാൻ. 2 ദിവസം ചെലവേ വരുന്നുള്ളൂ. മറ്റേത് കൊടുത്ത പൈസ കൂടെ പോകും. അപ്പൊ നിർമ്മാതാക്കൾ അവർക്ക് വേണ്ടിയാണ് അദ്ദേഹം വാദിച്ചത്. വളരെ തെറ്റായ കാര്യമാണ്. അദ്ദേഹം ഈ കാര്യങ്ങൾ ഇതെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് പുള്ളി ഇതെല്ലാം നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പുള്ളി എന്തെങ്കിലും സംസാരിച്ചെന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം ചേംബറിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഇതിന്റെ വലിയ ഇനാഗ്രേഷൻ നമ്മൾ നടത്തിയത്. അതെ, ഞാൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട് ഇനാഗ്രേഷൻ. അന്നൊന്നും ഇല്ലാത്തൊരു വാദം. തീർച്ചയായിട്ടും. അത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഇത് ബെനാമി കമ്പനി എന്ത് കമ്പനിയാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ അംഗങ്ങൾ നോക്കിക്കോളും. ഇതിന്റെ ജനറൽ ബോഡിയിലൊക്കെ ഇതിന്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഞാനത് ഇന്നലെ കൃത്യമായിട്ട് 2 പേരോട് സംസാരിച്ചത് രാകേഷ് ചേട്ടാ. ഞാൻ അറിഞ്ഞത് ഇപ്പോൾ 6 പേര്. ഇതൊരു മേൽനോട്ടത്തിന് ഒരു 8 പേര് സോറി, മേൽനോട്ടത്തിന് 8 പേര്. അദ്ദേഹം 6, 5 എന്നൊക്കെ പറഞ്ഞു. 8 പേര് മേൽനോട്ടത്തിന്. അതിന്റെ കൃത്യം പേര് സഹിതം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയണമെങ്കിൽ പറയുകയും ചെയ്യാം. 8 പേരാണ് ഇതിനകത്ത് മേൽനോട്ടത്തിലുള്ളത്.
ആ 8 പേര് പേര് പറയാൻ ഇവിടുത്തെ സെക്രട്ടറിയും പ്രസിഡന്റും ട്രഷററും വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും ഒക്കെ തന്നെയാണ്. ഇവരാണ് 8 പേരാണ്. ആ 8 പേര് കൂടി ഒരു മേൽനോട്ടും ജനറൽ ബോഡി കൂടി തീരുമാനിച്ചതാണ്. അതെ അല്ലേ? അതെ, അത് ഇദ്ദേഹത്തിന് അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിന് അറിയാവുന്നതാണ്. എല്ലാം അറിയാം. പിന്നീട് എന്താണ് ഒരു ബിനാമിയാണെന്നൊരു സംശയം വരുന്നത്. അപ്പം എന്തിനാണെന്നുള്ളൊരു ചോദ്യം. അതാണ് കാര്യം. അവർക്ക് മൾട്ടിനാഷണൽ കമ്പനിയായിട്ടുള്ള ബിസിനസ് അവർക്ക് നല്ല ലാഭകരമാണ്. അവരുടെ മാത്രം ലാഭം നോക്കിയുള്ള സംസാരമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അല്ല ഇൻഡസ്ട്രി നിൽക്കണമെന്നോ മറ്റുള്ളവർ നിൽക്കണമെന്നോ കൂടിയുള്ള ഒരു ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടില്ല. വളരെ മോശമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ബോധ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് കള്ളം പറയുന്നത്. ഞാൻ ഈ പറയുന്നത് എല്ലാം എൻ്റെ ബോധ്യത്തിൽ സത്യസന്ധമായ കാര്യമാണ്. ഇത് എനിക്കറിയാം. അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആരും പൈസ പൊട്ടിക്കുന്നവരല്ലെന്നും ഈ കമ്പനിയിലുള്ളവരെ എല്ലാം വ്യക്തിപരമായി വളരെ ബന്ധമുള്ള ആളാണ് ഇന്നലെ സംസാരിച്ച വിജയകുമാർ. അപ്പോൾ ഇത് മനഃപൂർവ്വമായിട്ട് അദ്ദേഹം പറയുന്നതാണ്. അത് നിങ്ങളിത് ചോദിച്ചത് കൊണ്ട് മാത്രം ഇവിടെ വന്ന് കൊണ്ട് മാത്രമാണ് ഞാൻ അല്ലാതെ മറുപടി പ്രതികരിക്കേണ്ട സാഹചര്യവുമില്ല, അങ്ങനെ ഒരു സംഭവമില്ല. ഇനിയിപ്പം ചേംബർ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് 28-ാം തീയതി ചേംബർ മീറ്റിംഗ്. ആ മീറ്റിംഗിൽ എന്താണ് മനസ്സിൽ എന്നോട് സുരേഷ് കുമാർ ഇന്നലെ പറഞ്ഞു. സുരേഷ് കുമാറിന്റെ പേരെടുത്ത് പറഞ്ഞോളാം, എന്നോട് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. സുരേഷ് കുമാർ ഏട്ടാ എന്നോട് പറഞ്ഞത് വിജയകുമാർ ഇരിക്കുന്ന നേതൃത്വവുമായി ചർച്ചയ്ക്ക് ഞങ്ങളില്ല. സിയാദ് കോക്കറിനെ കുറിച്ച് വളരെ മോശമായിട്ട് അത് മാപ്പ് പറയണം എന്നൊരു ഡിമാൻഡ് ഞങ്ങൾ ചേംബറിന്റെ ചർച്ചയ്ക്ക് ഞങ്ങൾ പങ്കെടുക്കില്ല എന്നാണ് പറഞ്ഞത്. നിർമ്മാതാക്കളുടെ സംഘടന എന്ന നിലയിൽ എന്താണ് അതിൻ്റെ അഭിപ്രായം? വർഷങ്ങളായിട്ട് ഒരു സംഘടനയുടെ നിരവധി സംഘടനകളുടെ നേതാവും കാര്യങ്ങളും ഒക്കെ ആയിരുന്ന ആൾ ഇപ്പോഴും ഞങ്ങളുടെ വൈസ് പ്രസിഡന്റാണ്, സീനിയർ പ്രൊഡ്യൂസറാണ്. ഇദ്ദേഹത്തെക്കാൾ എത്രയോ കാലം മുമ്പ് വലിയ വലിയ തിയേറ്റർ നടത്തിയിരുന്ന ആളാണ് അയാൾ. വലിയ തിയേറ്റർ എറണാകുളത്ത് നടത്തിയെന്നുള്ളവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രശസ്തമായ ഫാമിലിയിലുള്ള ആളാണ്. ഇതൊക്കെ ശരിയാണ്. ഈ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഈ ഒരു പത്രസമ്മേളനം വിളിച്ച് ഇത്ര മോശമായിട്ട് സംസാരിക്കാൻ പറ്റും? മോശമല്ലേ? അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ആരോപണങ്ങളുണ്ടാവാം, എല്ലാം. ഇതൊക്കെ ഒരു ഇവിടെ കേരളത്തിലുള്ള മുഴുവൻ പത്രക്കാരെയും പ്രതിനിധികളെയും വിളിച്ചിരുത്തിയാണ് ഇത്ര വൃത്തികേടായിട്ട് സംസാരിക്കുന്നത്. മനസാക്ഷിയുള്ള ആരെങ്കിലും സംസാരിക്കുക വളരെ മോശമാണ്. അപ്പൊ ഈ ചേംബറിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കും ഈ പറഞ്ഞ സുരേഷ് കുമാർ അങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. വിജയകുമാറിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ലല്ലോ. ഇനി ചർച്ചയുണ്ടോ? ഞാൻ പറഞ്ഞില്ല ഹൈദരലി, നിങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രശ്നങ്ങളില്ല. ഇല്ല നിലവിൽ ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. നിങ്ങൾ എന്തോ സംസാരിക്കണം നിർബന്ധിച്ചുകൊണ്ട് ചർച്ച സംസാരിക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നം നിലവിലില്ല. ഞങ്ങൾ പടം റിലീസ് ചെയ്യും, കളിക്കും. കളിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് മലയാള സിനിമ കൊടുക്കുക. അവർ മലയാള സിനിമ കളിക്കില്ല എന്നല്ലേ പറഞ്ഞേക്കുന്നത്. മലയാള സിനിമ കളിക്കാത്തവർക്ക് അവർ കളിക്കേണ്ട. അവർക്ക് ഇനി ഒരിക്കലും മലയാള സിനിമ ഞങ്ങൾ കൊടുക്കൂല. അത്രയല്ലേ ഉള്ളൂ. അന്യഭാഷ ഒന്ന് കളിച്ചോട്ടെ. അന്യഭാഷ ഒരാളുടെ ഇത് തടയേണ്ട കാര്യമില്ല. അന്യഭാഷ കളിച്ചുകൊണ്ടിരിക്കുന്നവൻ അന്യഭാഷ തന്നെ കളിച്ചാൽ മതി. പിന്നെ അത് ഇടയ്ക്ക് ഇത് കഴിഞ്ഞ് മലയാള സിനിമ വേണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിന്റെ കാര്യമില്ല. അന്യഭാഷ തിയേറ്ററുകൾക്ക് വേണ്ടി കേരളത്തിൽ മലയാളത്തിൽ ഇവിടെ നടത്തുന്ന തിയേറ്ററിൽ മലയാള സിനിമ കളിക്കില്ല. അന്യഭാഷയെ കളിക്കാൻ തീരുമാനം എടുക്കുന്നവർ അങ്ങനെ തന്നെ കളിച്ചാൽ മതി. അതൊന്നും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നിലവിൽ ഇപ്പം അസോസിയേഷന്റെ ആളുകളൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് ഫോണിലൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ നമ്മൾ സിനിമ റിലീസ് ചെയ്യുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അസോസിയേഷൻ ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ 5-6 വ്യക്തികളുടെ പേരിൽ അദ്ദേഹം ഇന്നലെ ഉന്നയിച്ച മറ്റൊരു ആരോപണമുണ്ട്. ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ ഇവർക്ക് മറ്റ് തലപ്പത്തിരിക്കുന്നവരെ കാണുന്നത് ഇഷ്ടമല്ല. ഇവർക്കൊന്നും സിനിമകളില്ല, സിനിമ ചെയ്യുന്നില്ല, ഇവരെങ്ങനെ തലപ്പത്ത് വന്നൊരു ചോദ്യമൊക്കെ അദ്ദേഹം ഇന്നലെ ഉന്നയിച്ചു. താങ്കളും കേട്ടാണ്. അതെന്താണ് അത്ര നിങ്ങൾക്കറിയാം ആരാണ് സിനിമ ചെയ്യാത്തത്? ആൻഡോ ജോസഫ് ആണോ? ഞാനാണോ സിനിമ ചെയ്യാത്തത്? ലിസ്റ്റിനാണോ സിനിമ ചെയ്യാത്തത്? സിയാദ് കോക്കറാണോ സിനിമ ചെയ്യാത്തത്? സുരേഷ് കുമാറാണോ സിനിമ ചെയ്യാത്തത്? സന്ദീപ് സേനാണോ സിനിമ ചെയ്യാത്തത്? സുബേറാണോ സിനിമ ചെയ്യാത്തത്? ഇതിൽ ആരാണ് സിനിമ ചെയ്യാത്തത്? എല്ലാവരും, മിക്കവാറും എല്ലാവരും സിനിമ ചെയ്യുന്ന സീനിയറായ 1-2 ആൾക്കാർ, പ്രായമായ ആൾക്കാർ, VBK മേനോനെ പോലുള്ള ആൾക്കാരെ ഞങ്ങളൊരു ആദരവായിട്ട് കമ്മിറ്റിയിലുള്ളതേ ഉള്ളൂ. അവരെ ഉള്ളൂ സിനിമ ചെയ്യാൻ. സംശയമില്ല, എത്രയോ സിനിമകൾ ചെയ്തതാണ്. ഞങ്ങളുടെ ഗുരുക്കന്മാരാണ് അവരൊക്കെ. അങ്ങനെയുള്ള ആൾക്കാരേ ഉള്ളൂ. എല്ലാവരും സിനിമ ചെയ്യുന്നല്ല. നിങ്ങൾ തന്നെ പറയൂ, നിങ്ങൾ എത്രയോ ഇന്റർവ്യൂ എടുത്ത ആരാണ് സിനിമ ചെയ്തവരല്ല, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതെ, ഞാൻ ഉൾപ്പെടെ സർക്കാർ ആൾക്കാർ, ഇതിനകത്തുള്ള 90% ആൾക്കാരും സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. തോമസ് തിരുവല്ല, പിന്നെ അങ്ങനെ തുടങ്ങിയ നിരവധി ആൾക്കാർ. അല്ല, നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ ഒരു മാനദണ്ഡം കൊണ്ടുണ്ടായിരുന്നു സിനിമ ചെയ്യുന്നവർ. ആ മാനദണ്ഡം വെച്ച ഇത്തവണ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് വരെ ഉണ്ടായത്. ആഷിഖ് ഉസ്മാൻ, അതെ, സിനിമയാണ്. അതെ, ഷർഗ,
തുടങ്ങിയ എല്ലാവരും സിനിമ ചെയ്യുന്നവർ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ചുമ്മാ അദ്ദേഹം എന്തെങ്കിലും പുള്ളിക്ക് അറിയാത്തവരാണോ അവര്? എല്ലാവരെയും പുള്ളിക്ക് അറിയാം. ഈ ഫിയോക്ക് തുടങ്ങുമ്പോൾ ഒരു തീരുമാനമായിരുന്നു എനിക്കറിയാവുന്ന. അതെ. ആന്റണി പെരുമ്പാവൂരും ദിലീപ് എല്ലാം കൂടെ ചെയ്യുമ്പോൾ ലിബർട്ടി ബഷീർ ഒരു സിനിമ അടച്ചിടും, കളിക്കില്ല, അടച്ചിടും എന്ന് പറഞ്ഞ് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് വരെ കത്ത് കൊടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായി പിളർന്നപ്പോൾ എടുത്ത തീരുമാനമാണ് തിയേറ്ററുകൾ അടച്ചുകൊണ്ട് ഒരു സമരം വേണ്ട എന്ന് ഫിയോക്ക് തുടങ്ങി. അന്ന് ഫിയോക്കിൽ ഇല്ലായിരുന്നു എന്ന് മാത്രമാണ് സിയാദ് കോക്കർ എന്റെ അഭിമുഖത്തിൽ പറഞ്ഞത്. വേറെ മോശമായി ഒന്നും പറഞ്ഞത് അന്ന് ബസ്സിൽ കൈനീട്ടി കയറിയ ഒരു വ്യക്തിയാണെന്ന് മാത്രമാണ് പറഞ്ഞത് എന്റെ ഓർമ്മയിൽ. അല്ലാതെ ഇങ്ങനെ ക്രിമിനൽ കേസിലെ പ്രതി അങ്ങനെയൊന്നും ഒരു വാദം ഉന്നയിച്ച ഒരു വ്യക്തിയല്ല സിയാദ് കോക്കർ. നിലവിൽ അന്ന് ഈ സംഘടന ഉണ്ടായപ്പോൾ എടുത്ത തീരുമാനം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഫിയോക്കിന്റെ തലപ്പത്തിരിക്കുന്ന വിജയകുമാർ ഈ ഒരു സമരമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ കേട്ടതുകൊണ്ട് അന്ന് എടുത്തൊരു തീരുമാനം ഇപ്പം മണ്ടത്തരമായി നമുക്ക് ഓർക്കുന്നുണ്ടോ? അന്ന് ആ സംഘടന പൊളിക്കേണ്ട അങ്ങനെയൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ഒട്ടുമുക്കാലും ആൾക്കാരെല്ലാം നമുക്കറിയാവുന്നവരാണ്. അവരെല്ലാം സിനിമ കളിക്കുകയും ചെയ്യും. അവരൊന്നും ഈ തീരുമാനത്തിന് അനുകൂലമല്ല, ഒന്നുമല്ല. അത് സിനിമ കളിക്കുക, അതിനകത്തൊന്നും യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കറിയാം, ഞങ്ങളിതൊരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഓഫീസിലാണ് ഇപ്പോൾ എന്നെ കാണുന്നത്. ഇവിടെ ഞാനും സ്റ്റാഫും വേറൊരു കമ്മിറ്റി അംഗമല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല. ഇന്നലെ നടന്ന സംഭവമാണ്. എല്ലാവരും അവിടെ ഉണ്ട്, എറണാകുളത്ത് തന്നെ ഉണ്ട്. ഞാൻ ബുധനും വ്യാഴമാണ് ഇവിടെ ഉണ്ടാവുന്നത് സാധാരണ. ഞാനിന്ന് ഉച്ചയ്ക്ക് എത്തിയുള്ളൂ. ഇത് അത് തന്നെ നടക്കുക. ഈ ഫിയോക്കിന്റെ ഉള്ളിൽ രണ്ടഭിപ്രായം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് നമ്മുടെ കാര്യം. ഞാൻ വേറൊരു സംഘടനയിലെ ആൾക്കാർ സ്പ്ലിറ്റ് ചെയ്യുക അതൊന്നും ഞാൻ പറയില്ല. സിനിമ തിയേറ്ററിൽ വരുന്നവർ കളിക്കുന്നവർ കളിക്കാത്തവർക്ക് അവരുടെ ഇഷ്ടമാണ്. അത് കളിച്ചില്ലെങ്കിൽ ഞങ്ങൾ സിനിമ കൊടുക്കില്ല. അത് ഞങ്ങൾക്ക് അത് ഓരോരുത്തരും അവരുടെ ലിമിറ്റിൽ നിന്നാണ് ചെയ്യുന്നത്. സിനിമ കളിക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ തെറ്റായ കാര്യമല്ലേ? നിങ്ങളും പറയും തെറ്റായ കാര്യമല്ലേ? മലയാള സിനിമ കളിക്കില്ല, മറ്റു സിനിമ കാണിക്കും. പിന്നെ 100 നിബന്ധനകളാണ്. സൗകര്യം ഉണ്ടെങ്കിൽ ആ തിയേറ്ററിൽ കൊടുത്താൽ ഞങ്ങൾ കളിക്കും, മറ്റേ പ്രൊഡ്യൂസറാണെങ്കിൽ ഞങ്ങൾ കളിക്കും. പിന്നെ എന്താണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്, ഒരു പ്രൊഡ്യൂസറുടെ സിനിമ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ സൗബിൻ ഷാഹിറിൻ്റെ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, ആ പുള്ളിയുടെ സിനിമ എന്ന് വന്നാലും കളിക്കും. ഇങ്ങനൊക്കെ ഒരു തീരുമാനം പറയുന്നത് വളരെ ബാലിശമായ കാര്യമല്ലേ? തീർച്ചയായിട്ടും അത് സിനിമകളെല്ലാം സിനിമയായിട്ട് കാണും. എല്ലാ സിനിമയും റിലീസ് ചെയ്യണമെന്ന് നമ്മുടെ എല്ലാ ആഗ്രഹം. ആ സിനിമയും ഞങ്ങളുടെ സിനിമയാണ്. അതിൻ്റെ കാര്യങ്ങൾക്ക് ഇന്നലെ ഞാൻ ഒരു ചെറിയ ഡിലേ, സെൻസർ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, സംസാരിച്ച്. അപ്പോൾ അതൊക്കെ നമ്മുടെ സിനിമ തന്നെയാണ്. അതിന് ആ സിനിമ വന്നാൽ ഞങ്ങൾ കളിക്കും, ഞങ്ങൾ വാക്ക് കൊടുത്താണ്. മറ്റേ സിനിമ ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇനി പിന്നെ സിനിമകൾ കളിക്കില്ല. അങ്ങനെയൊക്കെയാണ് ഒരു സംഘടന തീരുമാനം എടുക്കുന്നത്. ഒരു സംഘടന തലപ്പത്തിരിക്കുന്ന അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നില്ല അതിനകത്തുള്ളവരൊക്കെ യോജിക്കുമെന്ന്. മിക്കവാറും എല്ലാ തിയേറ്ററുകാരും സിനിമ കളിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളെന്തായാലും സിനിമകൾ റിലീസ് ചെയ്യും മാറ്റും. ഇനിയിപ്പം 22-ാം തീയതി കഴിഞ്ഞാൽ 21 പിന്നെ 1-ാം തീയതിയാണ് സിനിമ റിലീസുള്ളത്. 1, 2 സിനിമകൾ. ആ സിനിമകളെല്ലാം നമ്മൾ റിലീസ് ചെയ്യും. നമ്മളുമായിട്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് നമ്മൾ റിലീസ് ചെയ്ത് സിനിമ നമ്മൾ പുറത്തിറക്കും. അതിന് യാതൊരു തടസ്സവുമില്ല. അപ്പോൾ സമരം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സമരം എന്നൊരു വാക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അതെ, അത് അവർ പറയുന്ന കാര്യം അവർ നടത്തി. ഇവിടെ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻകാർ ആരും അതിലില്ല, എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ ഇല്ല എന്ന് അവർ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാം തിയേറ്റർ തുറക്കും, അവരൊന്നും സമരത്തിനില്ല എന്ന് പറയും. പിന്നെ ഫിയോക്കില് അവരെന്താന്ന് വെച്ചാൽ അവർ തീരുമാനിക്കില്ല. അല്ല, OTT ഒക്കെ ആയിരുന്നു അവരുടെ പ്രശ്നം. അതിപ്പോ പ്രശ്നമല്ല. അതാണ് ഏറ്റവും രസം. കഴിഞ്ഞ ദിവസം OTT ആയിരുന്നു. അതൊരു പ്രശ്നമല്ല എന്നാ ഇപ്പൊ പറയും. ഇപ്പൊ ഈ ഒരു കണ്ടന്റ് മാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം മാത്രമാണ്. പിന്നീട് അവർ പറഞ്ഞു, നിങ്ങൾ ഭീഷണിപ്പെടുത്തി. ഇപ്പൊ 60-70 പ്രൊജക്ട് വെച്ചിട്ടുണ്ട് ഇവരെ വെച്ച്. നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാണ് അവരെ വെപ്പിച്ച് അവരിവിടെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു വാദം ഇന്നലെ വിജയകുമാർ ഉന്നയിക്കുണ്ടായി. അതായത് ഞങ്ങൾ ആരെ ഭീഷണിപ്പെടുത്താനാ? ഞങ്ങളെ എല്ലാവരും നിങ്ങൾക്കറിയാം, ഞങ്ങളെന്താ ഗുണ്ടകളാണോ ഭീഷണിപ്പെടുത്താനായിട്ട്? നമുക്കൊരു പോളിസി, നമ്മൾ പുതിയ തിയേറ്റർ വന്നാൽ അവർക്ക് സ്വന്തമായ പ്രൊജക്ടർ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. പലരും വന്ന് പറഞ്ഞു നോക്കാറുണ്ട്, ഞങ്ങൾ അങ്ങനെയല്ല, ഇങ്ങനെ വാടക ഇവർ തന്നെ അഡ്വൈസ് ചെയ്യും, വാടകയ്ക്ക് എടുത്ത് വെച്ചാൽ മതി, പൈസ അവന്മാർ അടച്ചോളൂ, പ്രൊഡ്യൂസേഴ്സ് അടച്ചോളൂ. അത് ഞങ്ങൾ സമ്മതിക്കില്ല. അത്രേ ഉള്ളൂ. അല്ല, ഞങ്ങൾ ആരും ഭീഷണിപ്പെടുത്താനാണ്? അല്ലെങ്കിൽ ഇത് എന്താ വെള്ളരിക്കപ്പെട്ടതാണോ ഭീഷണിപ്പെടുത്തി ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്താനായിട്ട്? നടക്കുന്ന കാര്യമല്ലല്ലോ. അതെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്, അടിസ്ഥാനരഹിതമായ ആരോപണം. അതോടൊപ്പം മറ്റൊരു കാര്യം പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി, നമ്മൾ ഒരു പ്രേക്ഷകർ തിയേറ്ററിൽ പോകുമ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ 2K 1K ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ 1K ഇടുമ്പോൾ ആ ക്വാളിറ്റി കുറയുന്നു, 4K ക്വാളിറ്റി കുറയുന്നു. അങ്ങനെയെങ്കിൽ ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിലേക്ക് താങ്കളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ടിക്കറ്റിന്റെ നിരക്കൊന്ന് കുറയ്ക്കാൻ മേലെ അങ്ങനെയാണ് 1K കുറയ്ക്കാൻ മേലെ? ഞങ്ങൾക്ക് പ്രേക്ഷകരല്ലേ? അതെ, അത് ഞങ്ങൾ കൊടുക്കുന്ന 1K പ്രൊജക്ടറുള്ള
ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ കണ്ടന്റ് കളിക്കുന്ന തിയേറ്ററുകളിൽ 18,000 രൂപയാണ് മേടിക്കുന്നത്. 12,000 രൂപയുടെ പ്രൊജക്ടർ 10 കൊല്ലം ആയതിന്. ഇതിനൊരു സൺസെറ്റ് എഗ്രിമെന്റ് ഇവർക്കില്ല. ഇവർ ആജീവനാന്തം പ്രൊഡ്യൂസർമാരുടെ നിന്ന് ഇങ്ങനെ കാശ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 കൊല്ലം 8 കൊല്ലമൊക്കെ വന്ന കാലം മുതൽ കാശ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെയൊക്കെ മുതലും കഴിഞ്ഞ് എത്രയോ പൈസ അവിടെ അവർ വാങ്ങിക്കഴിഞ്ഞു. അതൊന്നും ഇവർ ബോധേഡല്ല. കാര്യം ഇവർക്ക് അതിനകത്ത് ഉത്തരവാദിത്വം ഇല്ല. അതാണ് ഇതിൽ ഒരുപാട് തിയേറ്ററുകാർക്ക് അറിയാം. അവരൊന്നും അതിനെതിരൊന്നും അല്ല. ഞങ്ങൾ തിയേറ്ററുകാർക്കൊന്നും എതിരല്ല. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്, ഇൻക്ലൂഡിങ് വിജയകുമാർ ഉൾപ്പെടെ. അദ്ദേഹം വളരെ വേണ്ടപ്പെട്ട ആളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എന്താണ് എടുക്കുന്നതെന്ന് അതിനാ പിന്നിൽ എന്താണെന്ന് എനിക്ക് ഞാൻ ചോദിച്ചാൽ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ പറ്റില്ല ഇവർക്ക്. 1K കൊടുക്കുമ്പോൾ അത്രേ ക്വാളിറ്റി ഉള്ളൂ. 4K വരുമ്പോൾ അങ്ങനെയാണ് ടിക്കറ്റ് നിരക്കൊന്ന് കുറച്ച് ഈ പാവപ്പെട്ട പ്രേക്ഷകർക്ക് കാണാനുള്ള അവസരം കൊടുക്കാൻ പറ്റില്ലേ? അവർ ചോദ്യം പ്രസക്തമാണ്. എൻ്റെ അല്ലേ? അത് അവരാണ് തീരുമാനിക്കുന്നത്. ഒന്ന് ആ ക്വാളിറ്റിയിൽ കാണിക്കാൻ പാടില്ല. അവർ തന്നെ സ്വയം തീരുമാനിക്കണം. ഇപ്പോൾ ഞാൻ പറയുന്നത് 4K ഒന്നും വെക്കണമെന്നല്ല, ഒരു 2K പ്രൊജക്ടർ വെച്ച് ഇപ്പോഴത്തെ ആളുകളുടെ ഒരു ഇതനുസരിച്ചും തിയേറ്ററുകളെല്ലാം നവീകരിച്ചു. നല്ല തിയേറ്ററുകളല്ല, മിക്കവാറും എല്ലായിടത്തും നല്ല തിയേറ്ററുകൾ. ആ തിയേറ്ററുകളിലൊക്കെ അങ്ങനെയുള്ള പ്രൊജക്ടർ വെച്ച് കാണിക്കുന്നതാണ് നല്ലത്. 2 ക്വാളിറ്റി ആയിട്ട് കാണിക്കുമ്പോൾ ടിക്കറ്റ് നിരക്ക് കുറച്ചാൽ പ്രേക്ഷകർക്കും സന്തോഷവും. അതും കൂടെ തിയേറ്റർ ഉടമകളെടുത്ത് നമ്മളൊന്ന് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ, ഒരു ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ മുന്നോട്ട് വെച്ചതാണ്. അതോടൊപ്പം മറ്റൊരു 2 കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇപ്പൊ ഈ എഗ്രിമെന്റ് നമ്മൾ 5,000 രൂപ എന്നല്ല പറഞ്ഞ ഒരു അൺലിമിറ്റഡ്. അതിനൊരു ഇപ്പൊ നിർമ്മാതാക്കൾ, നമ്മുടെ ഈ കമ്പനി നിർമ്മാതാക്കളുടെ നേതൃത്വം നൽകുന്ന ഈ കമ്പനി വ്യക്തികളാണ് നടത്തുന്നത്. നിർമ്മാതാക്കളുടെ മേൽനോട്ടത്തിലുണ്ട്. നമ്മളൊരു പ്രൊഡ്യൂസർ വരുമ്പോൾ നമ്മൾ 5,000. ഇത് വ്യക്തികൾ എന്ന് പറയുന്നത് ഇതിന്റെ മേൽനോട്ടം മാത്രം. മേൽനോട്ടം ഒരു രൂപ അവർക്ക് എടുക്കാനോ ശമ്പളം കൈപ്പറ്റാനോ ഒന്നുമുള്ള യാതൊരു വിധ അതെ, ഇത് അതിന്റെ സിനിമയുടെ കാര്യങ്ങൾക്കും ഇതിന്റെ കാര്യങ്ങൾക്കും വെൽഫെയറിനും വേണ്ടി, അസോസിയേഷന്റെ വെൽഫെയർ കാര്യങ്ങൾക്ക് വേണ്ടി ബാലൻസ്, അതായത് ലാഭം ഉണ്ടെങ്കിൽ വരുന്നുള്ളൂ. നമ്മൾ ഇനി കുറയ്ക്കും. ഇത് VPF ചാർജ് എന്ന് പറയുന്നത് മാസ്റ്ററിങ് പൈസ കുറയ്ക്കാനുള്ള കാര്യം. ഇപ്പം ഞങ്ങൾക്ക് എക്യുപ്മെന്റ് ഒക്കെ മേടിക്കാനൊക്കെ ഒരുപാട് പൈസയായി. ഇതൊക്കെ പല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പൈസയാണ്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്. ഇനി ഇതിന്റെ ഒന്ന് സ്റ്റഡി ആയി കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു എക്യുപ്മെന്റ് എടുത്ത് ലോണോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും കുറയ്ക്കും പൈസ. അല്ല, ഞാൻ ചോദിച്ചതാണ്. അങ്ങനെ നമുക്കൊരു ഇപ്പം ഞാൻ ഒരു നിർമ്മാതാവാണ്, ആദ്യമായിട്ട് വരുവാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ സമീപിക്കും പറയുകയാണ്, ഇത് അൺലിമിറ്റഡ് കളിക്കാൻ 5,500 അല്ലെങ്കിൽ 5,600 എന്ന് പറയുന്നു. അത് പിന്നീട് നാളുകൾക്ക് ശേഷം ഞാൻ വരുമ്പോൾ, അല്ല അത് ഇപ്പം കൂട്ടി, അങ്ങനെ ഉണ്ടാവുക കുറയ്ക്കുവാണോ ഉണ്ടാവുക? സ്വാഭാവികമായി കുറയ്ക്കും. പണ്ട് ജിയോ വന്നപ്പോൾ ആദ്യം സിമ്മും ഫോണും വെറുതെ തന്നു, പിന്നീട് ജിയോയുടെ ഒരു കുത്തകയായി മാറി. ആ രീതിയിലേക്ക് പോകുന്ന ഒരു ഡൗട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. പ്രോഫിറ്റിന് വേണ്ടിയുള്ളതല്ല, പ്രോഫിറ്റ് വേണ്ടിയാണ്. പ്രോഫിറ്റ് കിട്ടിയാലും പ്രോഫിറ്റ് ഇല്ലെങ്കിലും ഇത് ഇവിടുത്തെ മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയുള്ളതാണ്. അപ്പം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ആർക്കെടുക്കാനാണ്? ഇത് ഡെവലപ്പ് ചെയ്യുക, ഇത് അതനുസരിച്ച് പൈസ വന്നു തുടങ്ങി ഇത് കുറയ്ക്കത്തേ ഉള്ളൂ. ഇതിനകത്ത് പ്രോഫിറ്റ് എടുത്തുകൊണ്ട് പോകാൻ ആരും ഇല്ലല്ലോ. അതാണ് ഞാൻ സംഘടന കുറയ്ക്കുള്ളൂ. മെമ്പേഴ്സ് നമുക്ക് എല്ലാവർക്കും നല്ലത് വരുത്തുന്ന രീതി കുറയ്ക്കുള്ളൂ. ഇനിയിപ്പം ഈ 8 പേരുണ്ടെന്ന് പറഞ്ഞു, ഇനി ഒരു ഇലക്ഷൻ വരുന്നു, മാറുമ്പോൾ ഇവരിൽ തന്നെ മാറും. 2 കൊല്ലം കൂടുമ്പോൾ റിട്ടയർ ചെയ്യണ്ടല്ലോ. അപ്പം അടുത്ത ആളിലേക്ക് ഉത്തരവാദിത്തം പോകും. അങ്ങനെയാണ്. പിന്നെ അതിനകത്ത് 2-3 ഇതിന്റെ ടെക്നോളജി കൂടുതൽ അറിയാവുന്ന രഞ്ജിത്താണ് ഇത് ഐഡിയ കൊണ്ടുവന്നു. രഞ്ജിത്ത് ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള 2-3 പേരുണ്ട് അതിനകത്ത്. പിന്നെ ഇതൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊരു സംഘടനയ്ക്ക് മാനേജ് ചെയ്യാവുന്നതല്ല. ഇതൊരു വളരെ രഹസ്യ സ്വഭാവത്തിൽ നടത്തുന്ന ഇതിന്റെ മാസ്റ്ററിങ് ഒക്കെ അവിടെ ആർക്കും പ്രവേശനമില്ല. നിങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ അതിനകത്ത് ആർക്കും എൻട്രി ഇല്ല, ഇൻക്ലൂഡിങ് അസോസിയേഷൻ്റെ സെക്രട്ടറിയോ അതിൻ്റെ ആളും കൂടെ എനിക്ക് പോലും അതിനകത്ത് പ്രവേശനമില്ല. അതൊക്കെ വളരെ സ്റ്റാഫും കാര്യങ്ങളുമാണ്. അത് മാനേജ് ചെയ്യുന്നവർ പോലും അതിനകത്ത് കയറത്തില്ല. അത് അതിനുവേണ്ടി വെച്ചിരിക്കുന്ന സംഭവമാണ്. ആ ലാബിനകത്ത് മറ്റുള്ള ഓഫീസും മറ്റു കാര്യങ്ങളും മാത്രമേ ബന്ധപ്പെടും. ഓഫീസിൽ തന്നെ കയറുന്നവർക്ക് റെസ്ട്രിക്ഷനുണ്ട്. ഫുള്ളി ക്യാമറ വെച്ച് റെക്കോർഡഡാണ് കാര്യങ്ങളാണ്. എല്ലാം 100% സെക്യൂരിറ്റിയാണ്. ഫോൺ പോലും ഇല്ല, നെറ്റ് കണക്ഷനും ഇതിനകത്തില്ല ഈ ഏരിയയിൽ ഇത് ചെയ്യുന്നിടത്ത്. കാര്യം ആരും ഒന്നും ഒരു രീതിയിലുള്ള ഇത് ഉണ്ടാവാൻ പാടില്ല. ഈ കണ്ടന്റ് അവിടെ എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് കണ്ടന്റ് പ്രൊഡ്യൂസർമാർ മറ്റുള്ളിടത്തുള്ള പോലെ തന്നെ എല്ലായിടത്തും. ഞാൻ ഈ പറഞ്ഞ സിസ്റ്റം ഇവിടെ മാത്രമല്ല, ഞാൻ ചോദിച്ചത് ലോഡിംഗ് ആണല്ലോ അവിടെ. എവിടെ മാസ്റ്റർ ലോഡ് ചെയ്യും.
അവിടെ തന്നെ ചെയ്യുന്നത്. ഇതും അത് തന്നെയാണ്. അതന്നെ. അപ്പൊ അതിന്റെ ഒരു റൂം, കൺട്രോൾ റൂം എന്ന് പറയുന്നത് ഉണ്ട്. നമ്മുടെ ഇവിടെ തന്നെ നിർമ്മാതാക്കളുടെ ഓഫീസിൽ നിന്ന് ഇവിടെ നിന്ന് ഇല്ലാത്തോണ്ട് ആർക്കും കാണാത്ത ഇവിടെ നിന്നാണ് ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. ഇപ്പം നമ്മൾ 70ഓളം തിയേറ്റർ ഉണ്ട്, ഇവിടെ നിന്ന് തന്നെയാണ് ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. അതിനുള്ള സ്റ്റാഫ് ഒക്കെ ഇവിടെ ഉണ്ട്. അതാണ് എൻ്റെ ഒരു ഡൗട്ട്. നമ്മളിത് പിന്നെ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ, അതായത് ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ ക്വാളിറ്റി ചെയ്യുന്നത് UFOയുടെ സ്ക്രാബിൾ അങ്ങനെ അവരും പിന്നെ TSR മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് മറ്റേ ക്യൂബ് ചെയ്യുന്ന സംഭവം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ അതിലിപ്പോൾ ചെയ്യുന്നില്ല. ക്യൂബ് മാസ്റ്റർ പ്രോ എന്ന് പറയുന്നത് അതിനേക്കാൾ അഡ്വാൻസ്ഡ് സംഭവത്തിലാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ. അതാണ് ഞാൻ ചോദിച്ചത്. അതിന്റെ ആ രീതിയും കൂടെ ഒന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഈ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ റെപ്പ് അവിടെ പോയി നിൽക്കുന്നുണ്ട് തിയേറ്ററിൽ. അതിന്റെ പൈസ അവരാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ അറിയില്ല, എനിക്കറിയാം നിർമ്മാതാക്കളുടെ ആണോ എന്നറിയില്ല. അത് ഇനി ആണ്, പക്ഷെ അത് അവരുടെ കൊടുക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. അതൊന്നും അറിയില്ല. പിന്നെ സിനിമ അവിടെ കളിക്കുമ്പോൾ അവിടെ ആളുണ്ടോ എത്രയോ വെട്ടിപ്പ് നമ്മൾ പല സ്ഥലത്തും പിടിച്ചിരിക്കുന്നു. ഒരുപാട് പേര് നല്ല ആൾക്കാരാണ്, എല്ലാം ഞാൻ പറയുന്നില്ല, ഉള്ളവരും ഉണ്ട്, എല്ലായിടത്തും ഉള്ള പോലെ ഉണ്ട്. അതൊക്കെ നോക്കാനൊക്കെ ആള് വേണ്ടേ, അതെന്ന് വെച്ചാൽ അതിനുവേണ്ടി വെക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഒറ്റ കാര്യം ഇതിൽ നിന്ന് മനസ്സിലായത്, ഇപ്പൊ രാകേഷേട്ടൻ പറയുന്നതിൽ നിന്ന്, ഇത് മൾട്ടിനാഷണൽ കമ്പനിക്കാർക്ക് വേണ്ടിയുള്ള ഒരു കളിയാണ്. അതെ, എന്നാ പുള്ളി സംസാരിച്ച മൾട്ടിനാഷണൽ സംസാരത്തിന്റെ തിയേറ്ററുകാരെല്ലാം മൾട്ടിനാഷണൽ വിജയകുമാറിന്റെ സംസാരം, തിയേറ്ററുകാരെല്ലാം മൾട്ടിനാഷണൽ കമ്പനിക്ക് വേണ്ടി വിജയകുമാറിന്റെ സംസാരം അല്ലെ. അതെ, അവർക്ക് വേണ്ടിയാണ്, ഇത് കുഴപ്പമാണ് എന്ന് പുള്ളി പറഞ്ഞു വരുത്തിയത് അവർക്ക് വേണ്ടിയാണല്ലോ. വേറെ ഉള്ളത് ഓപ്പോസിറ്റ് ഉള്ളത് അവരാണല്ലോ. ഇത് മൊത്തം കുഴപ്പമാണ്, അവരാരും ഇത് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ മെമ്പേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് ജനറൽ ബോഡി ഉണ്ട്, ഞങ്ങൾക്ക് 330 മെമ്പേഴ്സാണ് ഉള്ളത്, അതിനുള്ള ആൾക്കാരുണ്ട്, ഞങ്ങൾക്കറിയാം ഇത് നോക്കാൻ. ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ മാനേജ് ചെയ്തോളാം, വേറെ ആരും അതിനകത്ത് നിങ്ങളും കൂടെ പറഞ്ഞു. അതെ, അല്ലെ പിഒക്ക് അതിൽ ഇടപെട്ട് പ്രസിഡന്റും ഇടപെട്ട് ബുദ്ധിമുട്ടണമെന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും ഇനി നമുക്ക് ഇപ്പോഴും പറയുന്നു, സമരങ്ങളൊന്നുമില്ല, സിനിമകളെല്ലാം റിലീസാവും. അത് നിർമ്മാതാക്കളുടെ സംഘടനയും ഡിസ്ട്രിബ്യൂട്ടർമാരും സിനിമകളെല്ലാം തിയേറ്ററിൽ റിലീസാവും. സിനിമ മലയാള സിനിമ കളിക്കാത്ത സിനിമയായിട്ട് സഹകരിക്കില്ല. ചേംബറിൻ്റെ മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കുന്നതിനെ കുറിച്ച് ഇനിയും ആലോചിച്ചിട്ടില്ല എന്നാണ് കൃത്യമായി പറയുന്നത്. ഇപ്പോഴും പറയുന്നു, സിനിമകൾ വേണം, മലയാള സിനിമകൾ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. ആ സിനിമകൾ വിലക്കാൻ പാടില്ല, സിനിമകൾ റിലീസ് ചെയ്യുക തന്നെ വേണം എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഒത്തിരി സന്തോഷം.